ആര്യൻ രചന അളകനന്ദ ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. തന്നെ കൊണ്ടാവില്ലെന്നറിയാമെങ്കിലും തനിക്ക് വേണ്ടി ജീവിക്കുന്ന തന്റെ കൂടപ്പിറപ്പിനു വേണ്ടി അവൾ കൃഷ്ണയെ മനഃപൂർവ്വം മറവിയിൽ ആഴ്ത്തിക്കളഞ്ഞു. എപ്പോഴും വേദനിപ്പിക്കുന്ന അധ്യായം ഹൃദയം മുറിയുന്ന വേദനയോട് അവൾ അടച്ചു വെച്ചു. തന്റെ മുന്നിൽ എല്ലാം മറന്നവളെ പോലെ പുഞ്ചിരിക്കുന്ന അപ്പുവിന്റെ ഉള്ളിൽ എന്താണെന്ന് ആകാശിന് വ്യക്തമായി അറിയാമെങ്കിലും അവനും വീണ്ടും ഒന്നും ചികഞ്ഞെടുത്ത് വഷളാക്കാൻ ശ്രമിച്ചില്ല. പതിയെ പതിയെ അവളെല്ലാം പൂർണ്ണമായും മറന്നുള്ളൂ എന്ന് അവനും ചിന്തിച്ചു. ആ നാശം പിടിച്ച പെണ്ണ് കയറി വന്നോണ്ടാ, അല്ലെങ്കിൽ ആ ചെക്കനെ കുടിച്ചേനെ. അവളെ ഇങ്ങനെ കൃത്യസമയത്ത് അവിടേക്ക് വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത രേവതി ഈർഷ്യയോടെ പറഞ്ഞു. അല്ലെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് അന്നേ പ്രത്യേകം പറഞ്ഞല്ലേ. പക്ഷേ നിനക്കെല്ലാം ഒന്നോടെ തർക്കാനുള്ള ആവേശമല്ലായിരുന്നോ? ഇപ്പൊ അനുഭവിച്ചോ? സച്ചിൻ ദേഷ്യത്തിലായിരുന്നു. ആദ്യം അപ്പോഴും ആലോചനയിലായിരുന്നു. തങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം ആ പെണ്ണെങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അവൻ തലവുവെച്ചു. അല്ലെങ്കിലും സ്വന്തം തന്തേക്കാളും തള്ളേക്കാളും കൂടപ്പിറപ്പിനേക്കാളും ഇവിടെ പലർക്കും വലുത് കണ്ടവന്മാരല്ലയോ. അപ്പൊ പിന്നെ ഇതിലും വലുത് കാണേണ്ടി വന്നാൽ അത്ഭുതപ്പെടാനില്ല. ചിരിയോടെ കയറി വരുന്ന ആകാശിനെ അപ്പൂനെയും കണ്ട് രേവതി ചൊടിച്ചു. സച്ചിയും ആദ്യം പുച്ഛത്തോടെ ഇരുവരെയും നോക്കി മുഖം തിരിച്ചു കളഞ്ഞു. ഇതിപ്പോ സ്ഥിരമായതിനാൽ അപ്പ ഒന്നും മൈൻഡാക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തിക്കൂടെ നിങ്ങൾക്കൊക്കെ. ആകാശ് ദേഷ്യം കൊണ്ട് വിറച്ചു. നീ നിന്റെ അനിയത്തിയെ കൂട്ടുപിടിച്ച് ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ടാക്കൂ. ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നോ എന്തിനു വേണ്ടിയാണെന്നെല്ലാം ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. സച്ചി ദേഷ്യത്തിൽ പറഞ്ഞു. എന്തിനാച്ചാ, എന്തിനു വേണ്ടിയതൊക്കെ? നമുക്ക് കഴിയാനുള്ളതൊക്കെ നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്നില്ലേ? അതിനപ്പുറം മറ്റുള്ളവരുടെ വിയർപ്പിന്റെ വില കൂടി തട്ടിപ്പറിക്കാൻ നോക്കുന്നതെന്തിനാ? ആകാശ് അങ്ങേയറ്റം നിസ്സായതോടെ നിന്നു. അക്കു, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുതെന്ന്. അതിന് നീ ആയിട്ടില്ല. അതുകൊണ്ട് ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിടാതെ നീ നിന്റെ കാര്യം നോക്കിപ്പോ. ആദ്യം എഴുന്നേറ്റ് അവനരികിലേ ചെന്നുകൊണ്ട് അല്പം കടുപ്പിച്ച് പറഞ്ഞു. ആകാശിനറിയാം താനെന്നല്ല ഇനി ആര് പറഞ്ഞാലും ഇവരൊന്നും മാറുകയില്ലെന്ന്. അതുകൊണ്ട് തന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന ആപത്ത് അത് എത്രമാത്രം വലുതാണെന്ന് അവനറിയാമായിരുന്നു. ഒരിക്കലെങ്കിലും പിന്തിരിപ്പിക്കാൻ താൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് അവൻ ഇത്രയും പറഞ്ഞത്. സ്വയം ചെയ്തു കൂട്ടതിനൊക്കെ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും ഒരിക്കൽ. അന്ന് ചിലപ്പോൾ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടിയില്ലെന്ന് വരും. ഓർമ്മയിൽ വെച്ചോ എല്ലാവരും. മൂവർക്ക് നേരെയും ഒരു മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞുകൊണ്ട് അക്കു അകത്തേക്ക് പോയതും സച്ചിയുടെയും ആദിയുടെയും ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ചിരി പ്രത്യക്ഷമായി. ഈ രണ്ടെണ്ണം എന്റെ തന്നെയല്ലേടി? അധികരിച്ച ക്രോധത്തോടെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ അവരും തരിച്ചിരുന്നു പോയി. അപ്പോഴേക്കും ആദിയുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദത്തോട് ഉയർന്നു. സ്ക്രീനിലേക്ക് നോക്കി ആദിയുടെ മുഖമിനുണ്ടു. അതിൽ തെളിഞ്ഞ പേര് കണ്ട് അവന്റെ മുഖം വിളറി വെളുത്തു. ഡേവിഡ് കോളിംഗ്. അവൻ കോൾ അറ്റൻഡ് ആക്കി അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഒരു 5 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം കയറി വന്ന ആദിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സച്ചി സംശയത്തോടെ അവനെ നോക്കി. എന്താടാ, എന്തു പറ്റി? എന്താ നിന്റെ മോക്ക് വല്ലാണ്ടിരിക്കുന്നത്? ആരെ വിളിച്ച്? അച്ഛാ, അത് അവൻ ആ ഡേവിഡാ വിളിച്ചത്. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞ ഭാവം അത് സച്ചിയിലേക്കും പടർന്നു. അവനോ? അവനിപ്പോ ഇതിനാടാ വിളിച്ചത്? അയാൾ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അച്ഛൻ മറന്നോ അയാളുമായിട്ടുള്ള നമ്മുടെ ഡീല്? ഓ നാശം. അവനോട് ആരെയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞ് ഓരോന്നും ഓരോ വഴിക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ പുതിയ ഓരോന്ന് കുറ്റിയും പറിച്ചു വരുന്നത്. സച്ചി അമർഷത്തോടെ പറഞ്ഞു. നമ്മൾ കൊടുത്ത ഓഫർ കാരണം ആര്യന്റെ അച്ഛനെയും ചെറിയച്ഛനൊക്കെ തീർക്കാനും ആര്യനെ ഈ അവസ്ഥയിലാക്കാനൊക്കെ ദേവി നമ്മുടെ കൂടെ നിന്ന്. അതിൻ്റെ എല്ലാം തെളിവുകൾ അവന്റെ പക്കലുണ്ട്. അച്ഛൻ അത് മറക്കണ്ട. അവനെ പിണക്കിയാ പിന്നെ നമ്മുടെ അടിവേരൾക്കിട്ട് അവൻ പിന്മാറും. അവരെയൊക്കെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. ആര്യന്റെ സ്വത്തുവകളൊന്നും ഇപ്പോഴും നമുക്ക് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോഴാ ഷെയറും ചോദിച്ചു വരുന്നതിന്റെ വരവ്. സച്ചി പല്ലിയേരിച്ചു. അവനതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന്. അവന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ പണം അവന് കിട്ടിയില്ലെങ്കിൽ അവനെല്ലാം നശിപ്പിക്കുന്ന ഭീഷണി. അച്ഛനറിയാലോ അവനെ. ഒന്നിനെയും ആരെയും പേടിയില്ലാത്ത ഇന്റർനാഷണൽ ക്രിമിനൽ അവൻ. പിണക്കുന്നത് നമുക്കൊരിക്കലും നല്ലതിനാവില്ല. ആദ്യം പറഞ്ഞ ശരിയാണ് സച്ചിക്കും തോന്നി. എന്ത് വേണമെന്ന് എനിക്കറിയാതെ നീ അവരെ വിളിച്ച് നമുക്കൊന്ന് കാണണമെന്ന് പറ. ബാക്കി അപ്പോ. അയാൾ മനസ്സിലെന്തൊക്കെയോ കണക്കുകൂട്ടി കുടിലതയോടെ ചിരിച്ചു. എത്ര ആട്ടിയകറ്റിയാലും ഒരു പരിഭവം കാട്ടാതെ പിന്നാലെ കൊഞ്ചിക്കൊണ്ടുവന്നിരുന്ന പെണ്ണാണ് താൻ. അങ്ങേയറ്റം വെറുപ്പ് അവഗണനയും കാട്ടിയിട്ടും ഇടയ്ക്കൊക്കെ ഒരു കോൾ ചെയ്ത് തന്റെ വായിലേക്കുന്ന കേട്ടില്ലെങ്കിൽ അവൾക്ക് സ്വസ്ഥതയുണ്ടാവില്ലെന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ. അപ്പുവിന്റെ മാറ്റമോർത്ത് അത്ഭുതവും അതോടൊപ്പം എന്തിനെന്നറിയാത്തൊരു വേദനയും തോന്നി അവന്. കുട്ടു ചിന്തകളിൽ മുഴുകിയിരുന്ന നേരമാണ് ആര്യൻ അവിടേക്ക് വന്ന് കണ്ണുകൾ തുറന്നു വെച്ച് മറ്റേതോ ലോകത്തിലെന്ന പോലെ ഇരിക്കുന്നവനെ അച്ചു ഒന്ന് തട്ടി വിളിച്ചു. എന്താടാ കണ്ണു തുറന്നു വെച്ച് സ്വപ്നം കാണണോ നീ? ആര്യൻ കളിയായി ചോദിച്ചതും കുട്ടു ഒന്ന് ചിരിച്ചു. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി അച്ചുവേട്ടാ. ഇനി വെറുതെ ആലോചിച്ചിരിക്കാൻ സമയമില്ല വിട്ടു. നമുക്ക് പ്രവർത്തിച്ചാണെങ്കിൽ സമയമായി എന്നൊരു തോന്നല്.
ആര്യൻ ഗൗരവത്തോടെ പറയുന്ന കേട്ട് കൃഷ്ണയത്തിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു. എന്താ ചേട്ടാ, എന്തായിട്ടും പറഞ്ഞു വരുന്നത്? എല്ലാം പറയടാ. നിനക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ഇല്ലേ? കുട്ടുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് കരുതലോട് അവനോട് ചോദിച്ചു. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഏട്ടാ, നോക്ക് ഞാൻ ഡബിൾ ഓക്കെയാ. കുട്ടു കൈയും കാലൊക്കെ നിവൃത്തിയും മടക്കിയും പറയുന്നിട്ട് ആരും പുഞ്ചിരിച്ചു. എന്നാ നീ പോയി റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. കുറെ ആയില്ലേ നീ ഇങ്ങനെ ഇതിനകത്ത് അടച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ആര്യം പറഞ്ഞതനുസരിച്ച് കുട്ടി റെഡിയാവാൻ പോയി. ഇപ്പൊ പുറത്തൊക്കെ പോണേട്ടാ, റിസ്ക് അത്. ആ തന്നയും മോനും ഒന്നിനും മടിക്കാത്ത ഇനങ്ങളാ. ഇനി ഒരിക്കൽ കൂടി അച്ചുവേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നു. ഇനി ആര്യനും കുട്ടും കൂടി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന ശിവ തടഞ്ഞു. അവളുടെ വാക്കിൽ നിറഞ്ഞെന്ന ആധിയും വെപ്രാളവും ആര്യനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോയിക്കോളാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആര്യന് തോന്നിയെങ്കിലും അതിന് കഴിയാത്ത വിധം നിസ്സഹായനായി പോയി അവൻ. അപ്പോൾ ശിവ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, നമ്മളിപ്പോ പേടിച്ചിരിക്കില്ല വേണ്ടത്. അങ്ങനെ ഇരുന്നാ നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഒരിക്കൽ പേടിച്ചാ അതിന്നും നമ്മൾ നമ്മുടെ കടമകളിൽ നിന്ന് പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കാതിരിക്കുക കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം. കുട്ടി അവിടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ചുവേട്ടനെ ശ്രദ്ധിച്ചോളണേ. മുറ്റത്തേക്ക് ഇറങ്ങിയവർക്ക് പിന്നിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞവൾ കുട്ടു പിന്നിലേക്ക് തലയരിച്ചു നോക്കി തലയാട്ടി. ആ നിമിഷം അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ശിവക്ക് മനസ്സിലാവാത്ത വിധം അർത്ഥമുള്ളൊരു ചിരി അത് ആര്യനിലേക്കും പടർന്നിരുന്നു. അപ്പോഴേക്കും ആ വലിയ വാഗമരത്തിന്റെ ചുവട്ടിലെ സിമെന്റ് വെച്ചിലിരുന്നുകൊണ്ട് ആര്യൻ ദൂരേക്ക് മിഴി നട്ടു. അരികിൽ കൃഷ്ണയും. ഇരുവരും മൗനമായിരിക്കെ അവിടേക്കൊരു ബൈക്ക് വന്ന് നിന്നു. ഹെൽമറ്റ് ഊരി ഹാൻഡിൽ തൂക്കി അഫ്സൽ ഒരു കുഞ്ഞു ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു. അഫ്സലിനെ കണ്ടതും ആര്യൻ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ടാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഭേദായില്ലേ? കുട്ടുവിനെ തോളിൽ തട്ടിക്കൊണ്ട് അഫ്സൽ ചോദിച്ചതിന് കൃഷ്ണ ചിരിയോടെ അതേന്ന് തലയാട്ടി. എടാ ആര്യ, ഇനി ഇങ്ങനെല്ലാം നീട്ടിക്കൊണ്ടു വേണോ? ആ തന്തേ മോനെ തീർത്ത് കളയണ്ട. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ ആരെണ്ണം ഭൂമിയിലുണ്ടാവരുത്. അഫ്സലിന്റെ കണ്ണുകളിൽ പകയരിഞ്ഞു. അതിനുമപ്പുറം അവന്റെ കണ്ണുകളിൽ എന്നോ മൃതിയടഞ്ഞു പോയ പ്രണയത്തിന്റെ കണികളും തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. നിറപുഞ്ചിരിയോടെ കിളിക്കാമ്പെട്ടി പോലെ പെൺകുട്ടിയുടെ മുഖവും ശബ്ദവും അവന്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. പിന്നെ എപ്പോഴോ മരിച്ചു മരവിച്ച് കിടന്ന ആ ഒരുവളുടെ മൃതശരീരം ഓർമ്മ വന്നതും അഫ്സൽ വേദനയോടെ കണ്ണുകൾ ഇറുക്കി അടച്ച് കളഞ്ഞു. ഇപ്പോൾ ആ മിഴികളിൽ പകയായിരുന്നു. തന്റെ പ്രണയവും ജീവിതം ഇല്ലാതാക്കിയവരോടുള്ള പക. അവരില്ലാതാക്കാൻ തക്ക ശക്തിയുള്ള അഗ്നി ആ കണ്ണുകളിൽ തിളങ്ങി. ഓർമ്മകളൊക്കെ തിരികെ കിട്ടിയിട്ടും അതിനു വേണ്ടിയല്ലടാ ഞാൻ ഇത്രയും നാൾ ക്ഷമിച്ച്. ഒന്നിനെയും ജീവനോടെ വെച്ചേക്കില്ലേ ആര്യൻ. എനിക്കും നിനക്കും ഈ നിൽക്കുന്നവനെല്ലാം അവർ കാരണം നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതും പകരം വയ്ക്കാനില്ലാത്ത. എല്ലാം നശിപ്പിച്ച് ബാക്കിയുള്ളവരെ ഇരുട്ടിലാക്കി സന്തോഷിക്കുക അപ്പനും മോനും. അവരെ ഞാൻ വെറുതെ വിടുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആര്യൻ ഇരുവരോടായി ചോദിച്ചു. ഇനിയും വൈകണ്ട, രണ്ടിനെയും ഭൂമിയിൽ ജീവിക്കാൻ ഒരു അർഹതയില്ല. അവന്മാരുള്ളിടത്തോളം കാലം നമ്മുടെ കുടുംബങ്ങൾക്ക് പോലും എന്നേക്കും ഭീഷണിയായിരിക്കും. അഫ്സൽ ബെഞ്ചിലേക്ക് ഇരുന്നു. എടുത്തിയാടി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ ഒരുപാട് അപകടകാരിയാണ് അയാൾ. ആദിക്കും മേലെ അയാളാണ് ഇതിനൊക്കെ പിന്നിൽ. ആ സച്ചി അയാളുടെ നശിച്ച കുരുട്ട് ബുദ്ധിയ എല്ലാത്തിൻ്റെയും പിന്നിൽ. എടുത്തിയാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മൾ തന്നെ തിരിഞ്ഞു വെത്തും. ആര്യൻ പറയുന്നത് അഫ്സലും കൃഷ്ണയും ശരിവെച്ചു. ആദ്യം നമുക്കൊരു ചെറിയ ഷോക്ക് കൊടുക്കാം. എൻ്റെ അസുഖമൊക്കെ ഭേദമായ വിവരം ഞാൻ എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പൊ എൻ്റെ അമ്മാവനും മോനൊക്കെ അറിയട്ടെ ആ പഴയ ആര്യൻ ചന്ദ്രശേഖർ തിരികെ വന്നിട്ടുണ്ടെന്ന്, അല്ലേ? പൊരികമുയർത്തിയ ഒരു പ്രത്യേക സ്റ്റൈൽ ചോദിക്കുന്ന ആര്യനെ കണ്ട് കൃഷ്ണയും അഫ്സലും ഒരുപോലെ ചിരിയോടെ തലയാട്ടി കാണിച്ചു. ഓയ് കിളിക്കുഞ്ഞേ. മുറിയിൽ ഡ്രസ്സൊക്കെ അടുക്കിയൊക്കെ ആയിരുന്നു നിഹക്ക് പിന്നിൽ ചെന്ന് നിന്ന് ആര്യൻ കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു. ഒരു കൈ കൊണ്ട് അവളെ തോളിൽ തട്ടി നിഹ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയ തക്കം അവൻ മറുവശത്തേക്ക് മാറിക്കളഞ്ഞു. പെട്ടെന്നായിരുന്നതിനാൽ ഞെട്ടിപ്പോയ നിഹ തിരിഞ്ഞു നോക്കിയതും ആര്യൻ അവളുടെ കയ്യിലൊരു തട്ടുകൊടുത്തു. മടക്കി പിടിച്ചിരുന്ന ഡ്രസ്സൊക്കെ താഴെ ചിതറി വീണു. എന്താ അച്ചുവേട്ട ഈ കാണിച്ചേ? മുന്നിൽ പതിവ് കുസൃതി ചിരിയോടെ നിൽക്കുന്ന ആര്യനെ നിഹ പരിഭവത്തോടെ നോക്കി. ഇങ്ങോട്ട് വാ പെണ്ണേ, അതൊക്കെ പിന്നെ എടുക്കാം. ശേഷം അവൾ കുനിഞ്ഞത് എടുക്കാൻ പോയതും ആര്യൻ കൈ പിടിച്ച് വലിച്ച് അവളെ നെഞ്ചിലേക്ക് ഇട്ടു. ശേഷം നിഹയും കൊണ്ട് ഒരു തൂവൽ പാറി വീഴും പോലെ ആ കിടക്കയിലേക്ക് അമർന്നു. ആര്യൻ പറയുന്നതിനൊപ്പം നിമിഷ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു. അതിനാൽ നിഹ ചെറുതായി ഭയന്നുപോയി. പേടിച്ചരണ്ട മിഴികളോടെ തന്റെ നെഞ്ചോരം കിടക്കുന്നവളെ നോക്കി അച്ചു ഒന്ന് കണ്ണു ചിമ്മിക്കാട്ടി. ശേഷം ആ കവിളിൽ ഉമ്മ വെച്ചതും നിഹയുടെ കൈകൾ ബെഡിലമർന്നു. ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നു പോയ പോലെ അവളൊന്ന് വിറച്ചു. പേടിച്ചു പോയ എന്റെ കിളിക്കുഞ്ഞ്? കണ്ണുകൾ വിടർത്തി ചോദിക്കുന്നവന് മറ്റേതോ ഒരു ഭാവം. പിന്നില്ലേ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ച് ആരായാലും പേടിക്കില്ലേ? നെഞ്ചൊന്ന് ആളിപ്പോയി. ഇവിടെയാണോ? ആര്യൻ കുറുമ്പോടെ അവിടെ നെഞ്ചിൽ കൈവച്ച് ചോദിച്ചതും നിനക്കൊരു വേള ശ്വാസം പോലും എടുക്കാൻ പറ്റിയില്ല. മാറച്ചു കേട്ടാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഉയർന്നുപോയ ഹൃദയതാളം വരുതിയിലാക്കി അവന്റെ കൈപ്പിടിൽ നടന്നു മാറാനൊരുങ്ങിയവളെ വീണ്ടും ആര്യൻ തന്നിലേക്ക് അണച്ചു പിടിച്ചു. അടങ്ങിക്കിടന്നോ, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ എന്റെ കിളിക്കുഞ്ഞ് സഹിക്കേണ്ടി വരും.
അവന്റെ ചുടു നിശ്വാസം കാതിൽ പതിച്ചതും ഉമിനീരിറക്കി നിഹ ഒതുങ്ങിക്കിടന്നു. ജോലിയൊക്കെ പിന്നെ ചെയ്യാം, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാടി. ഇപ്പൊ ഇവിടെ കിടക്ക്. എന്റെ കിളിക്കുഞ്ഞിങ്ങനെ അടുത്ത് ചേർന്ന് കിടക്കുമ്പോ എന്താ ഒരു സുഖം. ആര്യൻ അവിടെ ചിതറിക്കിടന്ന മുടിക്കുള്ളിലേക്ക് മുഖം പൊഴുത്തി പറഞ്ഞു. എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. നീ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവന്റെ മുഖം നേരെ വെച്ചു. ഇതാണ് എൻ്റെ പെണ്ണ്. എൻ്റെ മനസ്സിലെന്താണെന്ന് അതേപോലെ മനസ്സിലാവുന്ന എൻ്റെ കിളിക്കുഞ്ഞ്. ആര്യൻ അവിടെ ചുവന്ന കവിളിൽ തട്ടി. ഞാൻ ഈ ഒളിച്ചുകളി നിർത്താൻ പോവാ നിഹ. ആര്യൻ നേരെ കിടന്നുകൊണ്ട് പറഞ്ഞു. നീ അവൻ പറയുന്ന മനസ്സിലാവാതെ അച്ചുവിനെ തന്നെ നോക്കി. എൻ്റെ അസുഖമൊക്കെ മാറിയ വിവരം ഞാൻ അമ്മയെ എല്ലാവരെയും അറിയിക്കാൻ പോവാന്ന് ആര്യൻ പറയുന്ന കേട്ട് നിഹയുടെ കണ്ണുകൾ വിടർന്നു. സത്യാണോ? അതെടി. അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാവും കേട്ടോ. പാവത്തിന് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതറിയുമ്പോൾ ജീവൻ തിരിച്ചിട്ടിയ പോലെ ആയിരിക്കും. നീ നിറഞ്ഞ സന്തോഷത്തോടെ പറയുന്ന കേട്ട് ആര്യന്റെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു. അല്ല, അന്ന് അച്ചുവേട്ടൻ പറഞ്ഞില്ലേ ഇത് വെളിപ്പെടുത്തിയ അപകടമാണെന്ന്? നീ അന്ന് അവൻ പറഞ്ഞ് ഓർത്തെടുത്ത് ചോദിച്ചു. അതന്നല്ലേ. ഇനി എല്ലാവരും അറിയട്ടെ. നീ എല്ലാവരും അറിയണം. ആര്യൻ ഒളിച്ചു നിന്നൊന്നും ചെയ്യണ്ട. നേർക്ക് നേർ വേണം എനിക്ക് എൻ്റെ കണക്കുകളൊക്കെ തീർക്കാൻ. ആര്യന്റെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞ ഭാവം നിഹയിൽ ഭയം വിടർത്തി. നീ പേടിക്കണ്ട, ആപത്തൊന്നും ഉണ്ടാവില്ല. നീ അവനോട് ഒട്ടിക്കിടന്നു. അവളിലെ പേടി മനസ്സിലാക്കിയ ആര്യൻ അവളുടെ മുടിയിഴകളിൽ തലോടി ആശ്വസിപ്പിച്ചു. ഇങ്ങനെ പേടിക്കാതെ പെണ്ണേ. പിന്നെ നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു പാർട്ടി ആവാം. ഇതാര്യന്റെ പുനർജന്മല്ലേ, ഒന്ന് ചെറുതായിട്ട് ആഘോഷിക്കാം. എന്തേ? ആര്യൻ പറയുന്ന ഓരോ വാക്കിലും അർത്ഥങ്ങൾ പലതായി ഒളിഞ്ഞു കിടന്നു. പലതും നിഹക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ അതൊക്കെ തലയാട്ടി സമ്മതിച്ചു കൊടുത്തു. അടുക്കളയിൽ ആര്യന് ഇഷ്ടപ്പെട്ട കറികളൊന്ന് ഇളക്കി അതിന്റെ രുചി നോക്കുമ്പോഴാണ് ജയന്തിയുടെ കണ്ണുകൾ പിന്നിൽ നിന്ന് ആരോ പൊത്തിപ്പിടിച്ചത്. അവരൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും ആ കൈകളുടെ ഉടമയെ നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കി അവരുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. അമ്മേ. ആര്യന്റെ ആ വിളിയിൽ അവരുടെ ഹൃദയം ഒന്ന് ഉച്ചത്തിൽ മിടിച്ചുപോയി. ഇതുവരെ കേട്ടിരുന്ന കുസൃതിയോ പരിഭവം നിറഞ്ഞതോ ഉള്ള വിളിയായിരുന്നില്ല അത്. തന്റെ പഴയ അച്ചുവാണ് തന്നെ അങ്ങനെ വിളിച്ചതെന്ന് അവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആ കൈകൾ അടത്തി മാറ്റി തിരിഞ്ഞു നോക്കിയ ജയന്തിയുടെ കണ്ണുകൾ ചിരിയോടെ നിൽക്കുന്ന ആര്യനിൽ തങ്ങി നിന്നു. അവന് നിറഞ്ഞ മിഴികളിൽ അവൻ അവരോട് പറയാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അവർ അച്ചുവിനെ ആപാത ചൂടമെന്ന് നോക്കി. ആ അമ്മയുടെ തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം നിറഞ്ഞു. കൈയും കാലും തളരും പോലെ തോന്നി അവർക്ക്. കൺമുമ്പിൽ കാണുന്നത് സത്യമാണോ സ്വപ്നമാണോ എന്ന് വേർതിരിച്ചറിയാനാവാതെ വലഞ്ഞു പോയി അവർ. സംശയിക്കേണ്ട അമ്മേ, ഇത് അമ്മയുടെ പഴയ അച്ചു തന്നെയാ. ആര്യന് പിന്നിലായി നിന്ന് നിഹയുടെ വാക്കുകൾ കാതിൽ പതിച്ചതും ജയന്തി ഒരു പൊട്ടിക്കരച്ചിലോടെ അച്ചുവിന്റെ നെഞ്ചിലേക്ക് വീണു. ഓനെ അച്ചു. കണ്ണുനീരിടയിൽ അവരുടെ ശബ്ദം ഇടറിത്തെറിച്ചു. തന്റെ നെഞ്ചിൽ പതിക്കുന്ന ആ കണ്ണുനീരിന്റെ ചൂടിൽ നിന്ന് തന്നെ തന്റെ അമ്മ എന്തുമാത്രം വേദന ഇതിനോടൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു എന്നവൻ മനസ്സിലാക്കി. ആ ഓരോ നിമിഷങ്ങളിലും തങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചവരുള്ള ദേഷ്യം അച്ചുവിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യൻ ഹാളിലേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് നിറകണ്ണുകളോട് നിഹയും വല്ലാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു. കരയാതെ അമ്മേ, എന്റെ അസുഖമൊക്കെ ഭേദമായില്ലേ, ഇനിയിങ്ങനെ വിഷമിക്കല്ലേ. ആര്യൻ ജയന്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവന്റെ കണ്ണുകളും ഇടക്കൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. എത്ര നാളെ എൻ്റെ മോൻ അമ്മ ഇങ്ങനെ ദിവസം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയായിരുന്നു ദൈവം എൻ്റെ കുഞ്ഞിനെല്ലാം സുഖപ്പെടുത്തി കൊടുക്കുന്നു. ഓരോ നിമിഷവും തീ തിന്ന അമ്മ ജീവിച്ച് എൻ്റെ പഴയ അച്ചുവിനെ തിരികെ തരാൻ പ്രാർത്ഥിക്കാത്ത ഒരു നേരമില്ല, ഒരു ദൈവങ്ങളും ഇനി ബാക്കിയില്ല. ഒത്തിരി സങ്കടപ്പെടുത്തിയെങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോടാ, അത് മതി. ഈ അമ്മയ്ക്ക് അത് മാത്രം മതി. അവർ കണ്ണുനീരൊപ്പിക്കൊണ്ട് ആര്യന്റെ നെറുകയിൽ ചുംബിച്ചു. ആ മാതൃഹൃദയം ആ നിമിഷം ഒരു കടലോളം സന്തോഷത്താൽ നിറഞ്ഞു. ആ അമ്മയുടെയും മകന്റെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് ഈറൻമിഴികളോട് അല്പം ഒതുങ്ങി നിൽക്കുകയായിരുന്നു നിഹ. ഒരുപാട് സന്തോഷത്തിനിടയിലും അവളുടെ ഹൃദയം എന്തിനോ വേണ്ടി വേദനിച്ചു. ഇന്നോളം ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ചേർത്ത് പിടിക്കാനോ ആരും ഉണ്ടായിട്ടില്ലെന്നോർക്കെ അവളുടെ മനസ്സ് നേറി. തന്റെ സന്തോഷവും സങ്കടവുമെല്ലാം തന്റെ ആ കുഞ്ഞുമുറിയിലെ 4 ചുമരുകൾക്ക് മാത്രമേ അറിയൂ. ഒരച്ഛൻ്റെയോ അമ്മയുടെയോ കരുതലോ സ്നേഹമോ ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിനും ദൈവം തനിക്ക് ഭാഗ്യം തന്നില്ല. അവളുടെ മനസ്സൊരു കൊച്ചുകുട്ടിയുടേതുപോലെ ആരോടൊക്കെയോ പരിഭവം പൂണ്ടു. മോളെന്താ മാറിയിരിക്കുന്നേ, ഇങ്ങ് അടുത്തു വാ. ജയന്തി മുഖം അമർത്തി തുടച്ച് നീയെ കൈകാട്ടി വിളിച്ചു. എനിക്കറിയാം എന്റെ പ്രാർത്ഥനയെക്കാളൊക്കെ മേലെ നിന്റെ അസുഖം ഭേദപ്പെടാൻ കാരണം ഇവളാ. അസുഖക്കാരിയാണെന്ന് അറിഞ്ഞിട്ടും നിന്റെ എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ നോക്കി നിന്നെ പരിചരിച്ചും സ്നേഹിച്ചു. ഇപ്പൊ ഇങ്ങനെ നിന്നെ എന്റെ മുമ്പിൽ നിർത്തിയതൊക്കെ ഈ കുട്ടിയുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ, സ്നേഹം കൊണ്ടാ. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെയാ ഇവള് നിന്നെ നോക്കിയത്. ഒരിക്കലും ഒന്നിനു വേണ്ടി ഒരു കാരണവശാലും ഇവള് നീ തള്ളി പറയരുത്, മാറ്റി നിർത്തരുത്, കേട്ടല്ലോ അച്ചു. നീയുടെ കൈകൾ പിടിച്ച് ആര്യന്റെ കൈയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ അത്യധികം സ്നേഹത്തോടെ പറഞ്ഞു. നീയൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം. തന്നെ ആകുലപ്പെടുത്തിയ ചിന്തകളെല്ലാം ആ വാക്കുകളിൽ മാഞ്ഞു പോയിരിക്കുന്നു. തന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും നിറഞ്ഞ ആ വാക്കുകൾ മതിയായിരുന്നു അവൾക്ക്. എനിക്കറിയാമേ അവളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം.
അതെത്രമാത്രം വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ഞാൻ അവളെ സങ്കടപ്പെടുത്തില്ല. നീയുടെ കണ്ണുകളിലേക്ക് നോക്കി ജയന്തിയോടായി ആര്യൻ പറഞ്ഞു. ഇന്ന് ഈ നിമിഷം ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി താനാണെന്ന് നിഹയ്ക്ക് തോന്നി. ഒരിക്കലും ഇങ്ങനെയൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടേയില്ല. തനിക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കാൻ വേണ്ടി ആരൊക്കെയോ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയ അപൂർവ നിമിഷം. സന്തോഷം കൊണ്ട് കണ്ണുകൾ നീർച്ചാലുകൾ വീഴ്ത്തി. ആര്യനത് കണ്ണുകൾ ചിമ്മി തുടച്ചു കൊടുക്കുമ്പോൾ ജയന്തി ചിരിയോടെല്ലാം കണ്ടു നിന്നു. പ്രാർത്ഥനയോടെ അവരുടെ മനം തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു ആ നിമിഷം. ഇന്ന് ഡേവിഡിനെ കാണാൻ പോകുന്ന കരുതിയിരിക്കുമ്പോഴാണ് വൈകിട്ട് കൗസ്തുഭത്തിലേക്ക് അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞ് ജയന്തിയുടെ വിളി വന്ന്. എന്തായിരിക്കും ഇത്ര അത്യാവശ്യം? സച്ചി വെറുതെ ആലോചിച്ചു. ഡേവിഡിനോട് ഞാൻ നാളെ വരാൻ പറയട്ടെ സാർ. ഇന്നെന്തായാലും ആ മീറ്റിംഗ് നടക്കില്ലല്ലോ. ആദ്യം സച്ചിയോട് അനുവാദം ചോദിച്ചു. സച്ചി ഒന്ന് മൂളി. അയാളുടെ മനസ്സ് വല്ലാതെ കലുഷിതമായിരുന്നപ്പോൾ ഇന്നോളം ഇല്ലാത്ത വിധം ഒരു തരം ഭയം അയാളെ പിടിമുറുക്കി. അരുതാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്നൊരു ഉൾഭയം. അത് തുറന്നു പറയവേ ആദ്യക്ക് ചിരിയാണ് വന്ന്. അച്ഛൻ ഇതെന്താ പറ്റി? ഇതൊക്കെ വെറും തോന്നലാച്ച, അല്ലാതെ ഇപ്പൊ എന്ത് വരാനാ നമുക്ക് ദോഷമായിട്ട്? ആദ്യം നിസ്സാരമായി പറഞ്ഞെങ്കിലും സച്ചിയുടെ മനസ്സിനെ ആശ്വസിക്കാനായില്ല. അക്കു അപ്പവും കൗസ്തുഭത്തിലേക്ക് പോകുന്ന കണ്ട് സച്ചിയുടെ കണ്ണുകൾ ചുരുങ്ങി. എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ മാത്രം ഇത്ര അത്യാവശ്യം എന്താണെന്ന് ഓർക്കെ അയാളുടെ സംശയം വർദ്ധിച്ചു വന്നു. എല്ലാവർക്കും ക്ഷണമുണ്ടല്ലോ, അപ്പൊ കാര്യമായിട്ടാണോ? ആദ്യം ഓർത്തു. ആദിക്കും സച്ചിക്കൊപ്പം രേവതിയും ഉണ്ടായിരുന്നു. മൂവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കാര്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നല്ലവണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടെ അവർ കൗസ്തുഭത്തിലേക്ക് ചെന്നു. വീടിനകത്ത് നിന്ന് തന്നെ ആരുടെയൊക്കെ സംസാരവും കളിച്ചിരികളൊക്കെ മുഴങ്ങുന്ന കേട്ട് സച്ചിയുടെ മുഖം ചുരുങ്ങി. സിറ്റ് ഔട്ട് കിടന്ന ആളിലേക്ക് കയറി 3 പേരുടെയും മിഴികളൊന്ന് വികസിച്ചു. ഒരു ഉത്സവ പ്രതീതിയായിരുന്നു അവിടം. അപ്പുവും അക്കുവും തങ്ങളും മാത്രമല്ല വേറെയും ചിലരുണ്ടായിരുന്നു അവിടെ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. രാധികയും ശിവയും കൃഷ്ണയും കൂടാതെ അഫ്സലും കമ്പനിയിലെ 1-2 സ്റ്റാഫുകളും. ആ, നിങ്ങൾ എത്തിയ വാ ഇരിക്കി. ജയന്തി വാതിലടുത്ത് നിൽക്കുന്ന സച്ചിയെ രാധിക അകത്തേക്ക് ക്ഷണിച്ചു. പതിവില്ലാത്ത വിധം വളരെ സന്തോഷത്തിലായിരുന്നു ജയന്തിയുടെ മുഖം ഇന്ന് കണ്ടതും രാധികയുടെ മുഖം ഇരുണ്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.